ഗതകാല ചരിത്രങ്ങളുടെ പൈതൃകം തുല്യം ചാർത്തിയ തെക്കേപ്പുറം ഭൂമി, ഖാസി പാരമ്പര്യത്തിന്റെ വിശുദ്ധി കാക്കുന്ന കുറ്റിച്ചിറയുടെ ഈ വിശാല വഴികൾ അറബിക്കടലിന്റെ തീരദേശം കൂടിയാണ്. ഗാമയുടെ രംഗപ്രവേശനത്തിന് മുമ്പ് തന്നെ സമുദ്ര സാമീപ്യമുള്ള ഈ പുരാതന വഴികൾ മലബാറിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ സമുന്നത സ്ഥാനം തന്നെ അലങ്കരിക്കപ്പെട്ടതാണ്. ഇടിയങ്ങരയിലും കുറ്റിച്ചിറയിലും പരപ്പിലും പടർന്നു കിടക്കുന്ന മിഷ്കാൽ പള്ളിയും മുച്ചുന്തിപ്പള്ളിയും പഴയ ജാറങ്ങളും ഷെയ്ഖിന്റെ പള്ളിയും വ്രതമനസ്സുകളുടെ പുണ്യം നുകർന്നുകൊണ്ട് ഇന്നും പ്രൗഢിയോടെ വിരാജിക്കുന്നു. ഗുജറാത്തിൽ നിന്നുള്ള കച്ച് മേമന്മാരും ജൈന സമൂഹങ്ങളും വ്യാപാരികളും അരയ ജനങ്ങളും കോയമാരും തുടങ്ങി സമ്മിശ്ര സംസ്കാരത്തിന്റെ വലിയൊരു തുറസാണ് തെക്കേപ്പുറം വഴിത്താരകൾ മലബാറിന് തുറന്നിട്ടുകൊടുത്തത്. പ്രാർത്ഥന ചരിത്രം, ഈ പ്രാർത്ഥനാലയം, ഇത് കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി, പുരാവൃത്തങ്ങളുടെ പഴക്കം മുദ്രവച്ച പുണ്യസാകേതം. 14-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭകാലം. ആ കാലത്ത് കപ്പലുടമയും അതിസമ്പന്നനുമായ അറബി മുഖ്യൻ നാഖുദ മിഷ്കാലാണ് ഈ പള്ളി നിർമ്മാണത്തിന് സന്നദ്ധമാകുന്നത്. കേരള ചരിത്രത്തിൽ ഇന്നും പഴമയുടെ തലപ്പൊക്കം അർത്ഥവത്താക്കിക്കൊണ്ട് കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി പ്രാർത്ഥനാനിർഭരം പ്രകീർത്തിക്കപ്പെട്ടു തന്നെ നിലനിൽക്കുന്നു. ഖാസി നാലകത്ത് മുഹമ്മദ് കോയ വർഷം 1343 ഫക്രുദ്ദീൻ ഉസ്മാനിൽ നിന്നും തുടക്കമിട്ട കോഴിക്കോട്ടെ ഖാസി പരമ്പരയിലെ അവസാനത്തെ കണ്ണിയായിരുന്നു. 2008 നവംബർ 20 ഓർമ്മകൾ ബാക്കിവെച്ച് കാലം കവർന്നെടുത്ത ഖാസി നാലകത്ത് മുഹമ്മദ് കോയ സർവരാലും ആകർഷിക്കപ്പെടുന്ന സമുന്നത വ്യക്തിത്വം, വിനയം നിറഞ്ഞ പെരുമാറ്റം, ഏത് സങ്കീർണ പ്രശ്നങ്ങളിലും അനുരഞ്ജനത്തിന്റെ, പരസ്പര വിശ്വാസത്തിന്റെ, കൂട്ടിയോജിപ്പിക്കലിന്റെ സന്ദേശപാത, ഇതെല്ലാമായിരുന്നു നാലകത്ത് മുഹമ്മദ് കോയ ബാക്കവി ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയത്. ഖാസി നാലകത്ത് മുഹമ്മദ് കോയ ഫൗണ്ടേഷൻ 17 വർഷത്തിന്റെ പ്രവർത്തന സാഫല്യം. ഖാസിയുടെ സ്മരണാർത്ഥം രൂപം കൊടുത്ത പ്രസ്തുത ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് 2008 കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു. എണ്ണമറ്റ ജീവൽ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഇതിനോടകം തന്നെ മികവ് പുലർത്തിക്കൊണ്ട് പുതിയൊരു സാന്ത്വന തണലായി മാറാൻ ഫൗണ്ടേഷന്റെ നിതാന്ത പരിശ്രമങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നിട്ട 17 വർഷങ്ങളും കരുണയുടെ കണ്ണാടി തന്നെയായിരുന്നു. കനിവ് എന്ന പേരിലുള്ള ആശ്വാസ പദ്ധതി, പാലിയേറ്റീവ് ഹോം കെയർ പ്രവർത്തനങ്ങൾക്കായി 5ഓളം ആംബുലൻസുകൾ, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി മഴക്കാലങ്ങളിൽ മഴയാർദ്രം പദ്ധതി, മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കായി തീരസാന്ത്വനം പ്രോജക്റ്റ്, അരക്ഷിത ജനസമൂഹങ്ങൾക്കായി ഭക്ഷണ കിറ്റും പുതുവസ്ത്രവിതരണവും, മതമൈത്രിയിലൂന്നിക്കൊണ്ടുള്ള സ്നേഹസൗഹാർദ്ദ സംഗമങ്ങൾ, തൊഴിൽ രഹിതരായ യുവജനങ്ങൾക്ക് തൊഴിലുപകരണങ്ങളുടെ വിതരണ പദ്ധതി, ഹൃദ്രോഗികൾക്കായി സൗജന്യ മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഹൃദയാർദ്രം പദ്ധതി, കിടപ്പാടം എന്ന പേരിൽ ഭവന നിർമ്മാണ പദ്ധതി, മിടുക്കരായ വിദ്യാർത്ഥികൾക്കായി എജു ലിഫ്റ്റ് സ്കോളർഷിപ്പ് പ്രോജക്റ്റ്. അതെ, നീണ്ട 17 വർഷക്കാലവും ചാരിതാർത്ഥ്യത്തിൻ്റെതായിരുന്നു, ചാരുത നിറഞ്ഞതായിരുന്നു. പള്ളി മിനാരങ്ങൾ ആകാശത്തെ ചുംബിക്കുമ്പോൾ പ്രപഞ്ചമൊന്നാകെ പ്രകാശമാകുന്നു. ആ പ്രാപഞ്ചിക വെളിച്ചത്തിന് പ്രവാസവും പ്രവാസ ജീവിതങ്ങളും കണ്ണിച്ചേർക്കപ്പെട്ടു കിടക്കുന്നു. അതെ, പടച്ചവന്റെ പ്രകൃതി. ആ പ്രകൃതിയുടെ സുകൃതിയാണ് പ്രവാസ സ്വപ്നങ്ങളുടെ പ്രത്യക്ഷ ലോകം. കേരളത്തിന്റെ, വിശിഷ്യ മലബാറിന്റെ പ്രവാസ ചരിത്രത്തിന് കാലമൊത്തിരി പഴക്കമുണ്ട്. മഞ്ചിയും പായ്വഞ്ചിയും പത്തേമാരിയും ഉരുക്കളും സമുദ്രയാനങ്ങളാക്കി മാറ്റിയ പൗരാണിക കാലം. ആ കാലത്തിന്റെ ദുർഘടയാത്രയെ അതിജീവിച്ചുകൊണ്ട് യാത്ര പിന്നീട് ആകാശദൂരങ്ങൾ പിന്നിട്ടു. വ്യോമമാർഗങ്ങൾ സഫലമായി. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് എന്നും കരുത്തായി നിന്നത് പ്രവാസി മലയാളികളുടെ അധ്വാന മൂല്യം തന്നെയായിരുന്നു. അവരുടെ ദുരിതങ്ങളും സഹനജീവിതങ്ങളും നമ്മൾ പലപ്പോഴും മറന്നുപോയി. ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഞാൻ 1965 സൗദി അറേബ്യയിലേക്ക് പോയത്. തുടക്കത്തിൽ ഞാൻ 3 കൊല്ലം അവിടെ മസ്ദയിൽ പണിയെടുത്തു. അത് കഴിഞ്ഞ് അവിടെ ഇസ്രായേൽ യുദ്ധത്തിൽ
എനിക്ക് ജോലി പോയി. ഞാൻ നേരിട്ട് സൗദി എയർലൈൻസ് പോയി അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ അവർക്കുള്ള എല്ലാ മാൻ പവറും ഞാൻ ഇവിടുന്ന് നമ്മളെ കുട്ടികളൊക്കെ കയറ്റി, ഓരോ ഫാമിലിയിലും ഉള്ള ആൾക്കാരെ ഞാൻ കയറ്റി, അവരൊക്കെ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞാനൊരു ഏകദേശം ഒരു 50 കുട്ടികളെ ഏകദേശം പല സ്ഥലത്തായിട്ട് ജിദ്ദ ക്ലിനിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു കാര്യം. തെക്കേപ്പുറത്തുള്ള പ്രവാസി സമൂഹം മനുഷ്യ നന്മയിലൂന്നി പ്രതിഫലിപ്പിച്ച ഒട്ടേറെ സംരംഭ സംഭാവനകളുണ്ട്. അതിൽ ചിലതാണ് തെളിനീർ കുടിവെള്ള പദ്ധതി, ഹാൽസിയോൺ ഡയാലിസിസ് സെന്റർ, സുലൈമാൻ സേട്ട് ഫിസിയോതെറാപ്പി സെന്റർ, സ്പർശം ഡയാലിസിസ് സെന്റർ, സിയസ്കോ കുവൈറ്റ് ഹെൽത്ത് കെയർ സെന്റർ, ഫെമിനേര ഹോസ്റ്റലുകൾ, തിരുവണ്ണൂർ ഷെൽട്ടർ, പരപ്പിൽ യതീം ഫണ്ട്, നിരവധി സ്ഥാപനങ്ങൾ, വീടുകൾ, വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പുകൾ. അതെ, കുറ്റിച്ചിറയിലെ ഒരു പ്രവാസിയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മറന്നുപോയിട്ടില്ല. അവരുടെ കണ്ണീര് കാണാതിരുന്നിട്ടില്ല. ഇത് തെക്കേപ്പുറത്തിന്റെ നന്മയാണ്. പടച്ചവന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ പ്രാർത്ഥനാ പുണ്യം. മലയാള മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം. ആ പഴയ കാലത്തെ അറബിക്കടലിൽ കടന്ന് ഒരു കടലാസുമില്ലാതെ കടൽ കടന്നുപോയ ആളുകളുടെ ത്യാഗങ്ങളെ ഓർക്കാതെ നിവൃത്തിയില്ല. സർക്കാരുകൾ, പുരോഗമന നിലപാടുകളുള്ള സർക്കാരുകൾ സാർവത്രിക വിദ്യാഭ്യാസം സൗജന്യമാക്കുകയും ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കുകയും ഒക്കെ ചെയ്തതിനെ ത്വരിതപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രവൃത്തികൾ പ്രവാസി സമൂഹം നടത്തിയിട്ടുണ്ട്. കോഴിക്കോട്ടുകാരുടെ വിശേഷം, മലബാറുകാരുടെ വിശേഷം പരസ്പരം ഒന്നിച്ചു ചേർന്ന് ഒരു കുപ്പായത്തിലെ ഇഴകൾ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുവോ അതിനേക്കാൾ ഏറെ കട്ടിയിൽ ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹമാണ് വിശേഷിച്ച് കോഴിക്കോട്ട് തെക്കേപ്പുറത്തിൻ്റെ ജനതതി. ഖാസി ഫൗണ്ടേഷൻ ഒരുക്കുന്ന തെക്കേപ്പുറം പ്രവാസി സംഗമം സമ്മോഹനമായൊരു സ്നേഹ സമ്മാനമാണ്. ഇവിടുത്തെ പ്രവാസ വ്യക്തിത്വങ്ങൾ അവർ കരുപ്പിടിപ്പിച്ച ജീവിതത്തിൽ നിന്ന് നമുക്കായി നീക്കിവെച്ച ഒരുപാട് സഹായ സഹകരണങ്ങൾ, അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവരെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവാസി സംഗമം ഒരനിവാര്യതയാകുന്നതും. തെക്കേപ്പുറത്തെ പ്രവാസികൾ എന്നും ജന്മനാടെന്ന ഊഷ്മള വികാരത്തെ കരളിൽ കാത്തു പോരുന്നവരാണ്. ഇടവേള കിട്ടിയാൽ ഇടം വലം നോക്കാതെ അവരിങ്ങ് പോരും. ഈ തീരദേശഭൂമിയിലെ സാധു മനുഷ്യരോടൊത്ത് സൗഹൃദം പങ്കിടും. എല്ലാ വിശേഷങ്ങളിലും പങ്കുചേരും. എല്ലാ കൂട്ടായ്മകളിലും സജീവമാകും. അതൊരു സാംസ്കാരിക വിളംബരമാണ്. നിറഞ്ഞ മനസ്സുകളുടെ അതിരുകളില്ലാത്ത സ്നേഹ വിളംബരം. ദീർഘകാലം പ്രവാസ ജീവിതം കൊണ്ട് അർത്ഥം സമ്പാദിച്ച തെക്കേപ്പുറം നിവാസികളിൽ ചിലരെ ഖാസി ഫൗണ്ടേഷൻ ആദരിക്കുകയാണ്. ജനാബ് PV മുഹീദ്ദീൻ കോയ, ഡോക്ടർ CM നജീബ്, KV ഹസൻ കോയ, PK അബ്ദുള്ള കോയ, നിയാസ് അബ്ദുൽ നാസർ, ആദം ഒജി എന്നിവരാണ് ആദരിക്കപ്പെടുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ. നന്മ നിറഞ്ഞ ജീവിതങ്ങളുടെ കടലാഴങ്ങളിൽ മുത്തും പവിഴവുമുണ്ട്. കാലം എത്ര തന്നെ പിന്നിട്ടാലും അത് കണ്ടെത്തുക തന്നെ ചെയ്യും.